പേരാണ് ഓണസ്റ്റി പേസ്. അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? സത്യസന്ധത വിജയിക്കും, അല്ലെങ്കിൽ സത്യസന്ധത എന്നും വിലമതിക്കുന്നതാണ് എന്നാണ് ഇവിടെ ഓണസ്റ്റി പേസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നമുക്ക് നേരെ യൂണിറ്റിലേക്ക് പോകാം. നോക്കൂ, ഒരു കർഷകന്റെ ചിത്രമുണ്ട് ഇവിടെ. പ്ലാന്റ്സ്. ഫസ്റ്റ് യൂണിറ്റ് ദ ഫാമർ, കർഷകൻ. നമുക്ക് നേരിട്ട് കഥയിലേക്ക് പോകാം. A farmer lived in a village which was near the palace. A farmer lived in a village. ഒരു കർഷകൻ ഒരു വില്ലേജിൽ താമസിച്ചിരുന്നു. Which was near the palace. കൊട്ടാരത്തിനടുത്തുള്ള ഒരു സ്ഥലത്തായിരുന്നത്. He was hard working and honest. അദ്ദേഹം വളരെ കഠിനാധ്വാനിയും സത്യസന്ധനുമായ ഒരു കർഷകനായിരുന്നു. But he couldn't earn much. പക്ഷേ അദ്ദേഹത്തിന് ഒരുപാട് സമ്പാദിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഐ മസ്റ്റ് സേവ് സംതിങ് ഫോർ ദ ഫ്യൂച്ചർ. അദ്ദേഹം പറയുകയാണ്, അല്ലെങ്കിൽ അദ്ദേഹം ചിന്തിക്കുകയാണ്. ഹി തോട്ട് ഐ മസ്റ്റ് സേവ് സംതിങ് ഫോർ ദ ഫ്യൂച്ചർ. ഭാവിയിലേക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും സേവ് ചെയ്യണമെന്ന് അദ്ദേഹം ചിന്തിച്ചു. അദ്ദേഹം ചിന്തിച്ചു. ആഫ്റ്റർ മെനി ഇയേഴ്സ് ഓഫ് ഹാർഡ് വർക്ക്, ഒരുപാട് കാലത്തെ ഹാർഡ് വർക്കിന് ശേഷം, ഹി ഏൺഡ് ഇനഫ് ടു ബൈ എ ഗോൾഡ് കോയിൻ. ഒരു സ്വർണ്ണ നാണയം വാങ്ങാൻ മാത്രം അദ്ദേഹം സമ്പാദിച്ചു. ദിസ് ഈസ് മൈൻ. ഇത് എൻ്റേതാണ്. ദ റിസൾട്ട് ഓഫ് മൈ ഹാർഡ് വർക്ക്. എൻ്റെ കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ്. ഹി ലുക്ക്ഡ് അറ്റ് ദ കോയിൻ. അദ്ദേഹം ആ കോയിനിലേക്ക് നോക്കി. ഇറ്റ് വാസ് ഷൈനിങ് ഇൻ ഹിസ് പാം. അദ്ദേഹത്തിൻ്റെ കരങ്ങളിൽ നിന്നത് തിളങ്ങുന്നുണ്ടായിരുന്നു. വേർ ഷുഡ് ഐ കീപ് ദിസ് കോയിൻ? ഞാൻ എവിടെയാണ് ഈ കോയിൻ സൂക്ഷിക്കുക? ഇറ്റ് ഈസ് നോട്ട് സേഫ് അറ്റ് ഹോം. എൻ്റെ വീട്ടിൽ ഇത് സേഫ് അല്ല. ദയവായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ബട്ടൺ അമർത്തി നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുമോ കൂട്ടുകാരെ? ഐ വിൽ കീപ് ഇറ്റ് സംവെയർ എൽസ്. ഇത് മറ്റെവിടെയെങ്കിലും ഞാൻ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. വെർ വിൽ ദ ഫാർമർ ഹൈഡ് ദ ഗോൾഡ് കോയിൻ? എവിടെ ആയിരിക്കും ഈ ഫാർമർ ആ ഗോൾഡ് കോയിൻ സൂക്ഷിച്ചു വെക്കുക? അടുത്ത ഭാഗം നോക്കാം. ഹേ സേഫ് പ്ലേസ്. സുരക്ഷിതമായ സ്ഥലം. ദ ഫാർമർ വെന്റ് നിയർ ദ പാലസ്. അങ്ങനെ ഫാർമർ കൊട്ടാരത്തിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലത്ത് എത്തി. ദർ വാസ് എ ഹ്യൂജ് വാൾ അറൗണ്ട് ഇറ്റ്. അതിൻ്റെ പരിസരത്ത് ഒരു വലിയ ചുമരുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു വലിയ മതിലുണ്ടായിരുന്നു. ഹി ഫൗണ്ട് എ ലൂസ് ബ്രിക്ക് ഇൻ ദ വാൾ. അദ്ദേഹം കണ്ടു. എന്താ കണ്ടത്? എ ലൂസ് ബ്രിക്ക്, ഒരു ഇളകി കിടക്കുന്ന ഒരു കട്ട അവിടെ കണ്ടു. ആ മതിലിൻ്റെ മേൽ ഒരു ഇളകി കിടക്കുന്ന ഒരു കട്ട അദ്ദേഹം കണ്ടു. ദിസ് ഈസ് എ സേഫ് പ്ലേസ് ടു ഹൈഡ് മൈ കോയിൻ. ഇത് തന്നെയാണ് എൻ്റെ കോയിൻ ഒളിപ്പിച്ചു വെക്കാൻ പറ്റിയ ഏറ്റവും സേഫായ സ്ഥലം. ഹി സെഡ് ടു ഹിംസെൽഫ്. അദ്ദേഹത്തോട് തന്നെ പറഞ്ഞു. ദ ഫാർമർ പുട്ട് ഹിസ് ഹാൻഡ് ഇൻ ഹിസ് പോക്കറ്റ് ആൻഡ് ഫെൽറ്റ് ദ കോയിൻ. അങ്ങനെ ഫാർമർ എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ കീശയിൽ കൈയിട്ടുകൊണ്ട് ആ കോയിൻ എടുത്തു. ഹി ടിപ്ടോഡ് ടുവാർഡ്സ് ദ വാൾ ആൻഡ് ടുക്ക് ദ ബ്രിക്ക് ഔട്ട്. അദ്ദേഹം പതുങ്ങി ആ വാളിൻ്റെ നേരെ നടന്നു. ആൻഡ് ടുക്ക് ദ ബ്രിക്ക് ഔട്ട്. ആ ഇളകി കിടക്കുന്ന ആ കട്ട അദ്ദേഹം എടുത്തു, അല്ലെങ്കിൽ ഇളകി കിടക്കുന്ന ആ കല്ല് അദ്ദേഹം എടുത്തു. കെയർഫുള്ളി, വളരെ ശ്രദ്ധിച്ചുകൊണ്ട് അദ്ദേഹം ആ കട്ട തിരിച്ചെടുത്തു. ഹി കെപ്റ്റ് ദ ഗോൾഡ് കോയിൻ ഇൻ ദ ഗ്യാപ്പ് ആൻഡ് പ്ലേസ്ഡ് ദ ബ്രിക്ക്. ആ വിടവിൽ അദ്ദേഹത്തിൻ്റെ ഗോൾഡ് കോയിൻ സൂക്ഷിച്ചിട്ട് എന്ത് ചെയ്തു? പ്ലേസ്ഡ് ദ ബ്രിക്ക്. ആ കട്ട അവിടെ തന്നെ തിരിച്ചു വെച്ചു. ബ്രിക്ക് ബാക്ക്, തിരിച്ചു വെച്ചു. ബി സേഫ് ഹിയർ മൈ ഡിയർ കോയിൻ. എൻ്റെ പ്രിയപ്പെട്ട കോയിനെ, നീ ഇവിടെ സേഫായി ഇരുന്നോണേ എന്ന് അദ്ദേഹം സ്വയം പറഞ്ഞു. യു ആർ മൈ ലൈഫ്. നീയാണ് എൻ്റെ ജീവിതം, അല്ലെങ്കിൽ നീയാണ് എൻ്റെ ജീവിതം. ബി സേഫ് ഹിയർ. നീ ഇവിടെ സുരക്ഷിതമായിരുന്നോണേ എന്ന് ഹി വിസ്പേർഡ്. അദ്ദേഹം മന്ത്രിച്ചു, അല്ലെങ്കിൽ അദ്ദേഹം വളരെ സൗമ്യമായിട്ട് പറഞ്ഞു. ഹി വാക്ക്ഡ് ഹോം ഹാപ്പിലി. അദ്ദേഹം വീട്ടിലേക്ക് സന്തോഷത്തോടെ തിരികെ നടന്നു. വൈ ഡിഡ് ദ ഫാർമർ ഡിസൈഡ് ടു കീപ് ദ കോയിൻ ഇൻ ദ വാൾ? എന്തുകൊണ്ടാണ് ആ ചുമരിൽ, അല്ലെങ്കിൽ ആ മതിലിൽ അദ്ദേഹം കോയിൻ സൂക്ഷിക്കാൻ കാരണം? To find a safest place, because if he keep it in her home, it will be
ഇറ്റ് മേ ബി ലോസ്റ്റ് അല്ലേ. അതുകൊണ്ട് അദ്ദേഹം ഒരു പക്ഷെ അത് നഷ്ടമാവും എന്നുള്ളത് കൊണ്ടാവാം അദ്ദേഹം സേഫായ മറ്റൊരു സ്ഥലം കണ്ടെത്തിയിട്ട് ഹി ഡിസൈഡഡ് ടു പുട്ട് ദ ഗോൾഡ് കോയിൻ ഇൻ ടു ദാറ്റ് വാൾ. വിൽ ദ കോയിൻ ബി സേഫ് ദോ? ആ കോയിൻ അവിടെ സേഫ് ആയിരിക്കുമോ? വൈ ഡു യു തിങ്ക് സോ? എന്താണ് നിങ്ങൾ ചിന്തിക്കുന്നത്? സേഫ് ആവുമോ അല്ലയോ എന്നുള്ളത് നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിനെ വിട്ടിട്ട് നിങ്ങൾ റെസ്പോൺസ് ചെയ്യുക. നമുക്ക് അടുത്ത ഭാഗം നോക്കാം. ദ ഡിസിഷൻ. മന്ത് പാസ്ഡ്. മാസങ്ങൾ കടന്നുപോയി. ഢം ഢം ഢം. ദ ഫാർമർ ആൻഡ് ഹിസ് വൈഫ് ഹിയർഡ് എ സൗണ്ട് ഓഫ് ഡ്രംസ്. ഡ്രംസിന്റെ ശബ്ദം ഫാർമറും അദ്ദേഹത്തിന്റെ ഭാര്യയും കേട്ടു. ആൻ അനൗൺസ്മെന്റ് എക്കോഡ് ഇൻ ദ എയർ. അന്തരീക്ഷത്തിൽ ഒരു അനൗൺസ്മെന്റ് പ്രതിഫലിച്ചു, അല്ലെങ്കിൽ ഒരു അനൗൺസ്മെന്റ് എയറിൽ അന്തരീക്ഷത്തിൽ പാറി നടന്നു. ഓ, ഇറ്റ്സ് എ കാർണിവൽ. എന്താണത്? അതൊരു കാർണിവലിന്റെ അനൗൺസ്മെന്റ് ആണ്. ഐ വിഷ് ഐ കുഡ് സീ ഇറ്റ്. ഞാൻ ആഗ്രഹിക്കുന്നു എനിക്കത് കാണാൻ കഴിയുമെന്ന്, അല്ലെങ്കിൽ അത് കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഹിസ് വൈഫ് സെഡ്. അത് കർഷകന്റെ ഭാര്യ പറഞ്ഞു. ബട്ട് വി ഡോണ്ട് ഹാവ് എനി മണി. പക്ഷേ നമ്മുടെ കയ്യിൽ പണമില്ല. ദ ഫാർമർ റിപ്ലൈഡ്. കർഷകൻ മറുപടി പറഞ്ഞു. എവറി ഡേ യു വർക്ക് ലൈക്ക് എ ഹോഴ്സ്, ബട്ട് യുവർ പോക്കറ്റ്സ് ആർ ഓൾവേസ് എംപ്റ്റി. ഹിസ് വൈഫ് സെഡ്. എല്ലാ ദിവസവും നിങ്ങൾ ഒരു കുതിരയെ പോലെ കഠിനാധ്വാനം ചെയ്യുന്നു, പക്ഷേ ബട്ട് യുവർ പോക്കറ്റ് ആർ ഓൾവേസ് എംപ്റ്റി. പക്ഷേ എല്ലായ്പ്പോഴും നിങ്ങളുടെ പോക്കറ്റ്, അല്ലെങ്കിൽ നിങ്ങളുടെ സമ്പാദ്യം കാലിയാണ് എന്നാണ് ഹിസ് വൈഫ് സെഡ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞത്. ദ ഫാർമർ ലെഫ്റ്റ് ദ ഹൗസ് വിതൗട്ട് അറ്ററിങ് എ വേർഡ്. ഒന്നും തന്നെ പറയാതെ അദ്ദേഹം തൽക്കാലം വീട് വിട്ട് ഇറങ്ങി. ദ ഫാർമർ ലെഫ്റ്റ് ദ ഹൗസ് വിതൗട്ട് അറ്ററിങ് എ വേർഡ്. ഒരു വേർഡ് പോലും ഉച്ചരിക്കാതെ അദ്ദേഹം തൽക്കാലം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഷീ ഹാസ് നെവർ ഡിമാൻഡഡ് എനിത്തിങ് ടിൽ നൗ. അവൾ, തൻ്റെ ഭാര്യ ഇതുവരെയായിട്ടും ഒരു കാര്യവും എന്നോട് ഡിമാൻഡ് ചെയ്തിട്ടില്ല, ആവശ്യപ്പെട്ടിട്ടില്ല. ഹൗ ക്യാൻ ഐ ടേക്ക് ഹർ ടു ദ കാർണിവൽ. എനിക്ക് എങ്ങനെ എനിക്ക് അവളെ ആ കാർണിവലിലേക്ക് കൊണ്ടുപോകാൻ കഴിയും? ഹി വാസ് വെരി സാഡ്. അദ്ദേഹത്തിന് നിരാശയായി. ഹി വാസ് വെരി സാഡ്. സഡൻലി, പെട്ടെന്ന്, ഹി തോട്ട് അബൌട്ട് ദ ഗോൾഡ് കോയിൻ. പെട്ടെന്ന് അദ്ദേഹം ആ ഗോൾഡ് കോയിനെ കുറിച്ച് ചിന്തിച്ചു. ഹി ഡിസൈഡഡ് ടു ടേക്ക് ഇറ്റ് ബാക്ക്. അത് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം തീരുമാനിച്ചു. വിൽ ദ ഫാർമർ ഗെറ്റ് ദ ഗോൾഡ് കോയിൻ ബാക്ക്? ആ ഗോൾഡ് കോയിൻ ബാക്ക് തിരിച്ചു കിട്ടുമോ? ഗോൾഡ് കോയിന് അദ്ദേഹത്തിന് തിരിച്ചു കിട്ടുമോ, അല്ലെങ്കിൽ തിരിച്ചെടുക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചത്. വൈ ഡു യു തിങ്ക് സോ? എന്താണ് നിങ്ങൾ ചിന്തിക്കുന്നത്? നമുക്ക് നോക്കാം അല്ലേ. ലെറ്റ് മി സീ. നമുക്കത് തിരിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് നോക്കാം. ബാക്ക് ടു ദ പാലസ്. കൊട്ടാരത്തിലേക്ക്. ദ ഫാർമർ ഹാറിഡ് ടു ദ പാലസ്. കർഷകൻ വളരെ ധൃതി പിടിച്ചുകൊണ്ട് പാലസിലേക്ക് പോയി. നോ സെക്യൂരിറ്റി ഗാർഡ്സ് ഹിയർ. ഇവിടെ ഒരു സെക്യൂരിറ്റി ഗാർഡ്സും തന്നെ ഇല്ല. Suddenly he saw the king standing on the balcony. He moved towards the wall. ആ വാളിന് നേരെ അദ്ദേഹം നീങ്ങി. Suddenly he saw the king standing on the balcony. ബാൽക്കണിയിൽ രാജാവ് നിൽക്കുന്നത് അദ്ദേഹം കണ്ടു പെട്ടെന്ന്. He was frightened. അദ്ദേഹത്തിന് പേടിയായി. അവന് പേടിയായി. Who is there? ആരാണ് അവിടെ? A guard shouted. ഒരു ഗാർഡ് അലറിക്കൊണ്ട് പറഞ്ഞു. The farmer started running. ഫാർമർ ഓടാൻ തുടങ്ങി. The king saw him. ആ രാജാവ് അവനെ കണ്ടു. Why is that man running? എന്തിനാണ് ആ മനുഷ്യൻ ഓടുന്നത്? He wondered. അദ്ദേഹത്തിന് ആശങ്കയായി. Stop the man and bring him in. He ordered. രാജാവ് ഓർഡർ ഇട്ടു. എന്തുകൊണ്ട്? അവനെ തടഞ്ഞു നിർത്തൂ. And bring him. അവനെ കൊണ്ടുവരൂ. രാജാവ് ഓർഡർ ഇട്ടു. He ordered. അദ്ദേഹം ഓർഡർ ഇട്ടു. The soldiers chased the farmer. അങ്ങനെ പട്ടാളക്കാർ അദ്ദേഹത്തെ ചേസ് ചെയ്തു. And caught him and
took him to the king. അവനെ പിടിച്ചിട്ട് രാജാവിന്റെ മുമ്പിലേക്ക് കൊണ്ടുവന്നു. Why did the king order to bring the farmer? എന്തിനാണ് ഫാർമറിനെ കൊണ്ടുവരാനായിട്ട് കിങ് ഓർഡർ ഇട്ടത്? എന്തായിരിക്കും? King was confused why a man is running and he thought to bring back the man to find what's the reason for it. What will happen to the farmer? ഫാർമറിന് ഇനി എന്ത് സംഭവിക്കും? നമുക്ക് ബാക്കി ഭാഗം നോക്കാം. At the royal court, രാജാവിന്റെ കോടതിയിൽ. Why did you run away? എന്തിനാണ് നീ ഓടിയത്? The king asked. രാജാവ് ചോദിച്ചു. The farmer looked down. കർഷകൻ തല താഴ്ത്തിരുന്നു. He was shivering. അദ്ദേഹത്തിന് പേടിച്ച് വിറക്കുന്നുണ്ടായിരുന്നു. What happened? എന്ത് സംഭവിച്ചു? The king asked. രാജാവ് വീണ്ടും ചോദിച്ചു. The farmer told him the whole story. കർഷകൻ ആ മുഴുവൻ കഥയും അവിടെ പറഞ്ഞു. The king decided to have some fun. അപ്പോൾ രാജാവ് ഒരു തമാശ ഒപ്പിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. Okay, he said. അദ്ദേഹം പറഞ്ഞു. I will give you another gold coin. ഞാൻ നിനക്ക് മറ്റൊരു ഗോൾഡ് കോയിൻ തരാം. Go home. എന്നിട്ട് നീ വീട്ടിലേക്ക് പോയിക്കോ. Why did the king decided to give the farmer a gold coin? എന്തിനായിരിക്കും രാജാവ് കർഷകന് മറ്റൊരു കോയിൻ കൊടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത്? Will the farmer accept the gold coin? ഫാർമർ ആ ഗോൾഡ് കോയിൻ സ്വീകരിക്കുമോ? നോക്കാം നമുക്ക് എന്ത് സംഭവിച്ചു. The officer. The farmer became confused. ആ കർഷകന് ആകെ കൺഫ്യൂഷനായി. I am sorry, your majesty. പ്രിയ രാജാവേ, എന്നോട് ക്ഷമിക്കൂ. പ്ലീസ് allow me to take my coin. എന്നെ ദയവായി അനുവദിക്കൂ. എൻ്റെ ആ കോയിൻ എടുക്കാൻ വേണ്ടിയിട്ട് എന്നെ ദയവായിട്ട് അനുവദിക്കൂ. Forget your coin. നിന്റെ കോയിൻ നീ മറന്നേക്കൂ. Take 2 gold coin instead. പകരം. ഇൻസ്റ്റഡ് എന്നുള്ള വാക്ക് എന്താണ്? പകരം എന്നാണ് അർത്ഥം വെക്കുന്നത്. Take 2 gold coin instead. പകരം നീ 2 കോയിൻ നിനക്ക് ഞാൻ തരാം. Offered the king. രാജാവ് ഓഫർ ചെയ്തു. Sorry, your majesty. പ്രിയ രാജാവേ, ക്ഷമിക്കൂ. The farmer refused. ഫാമർ അതിനെ നിരസിച്ചു. My coin is so precious to me. എൻ്റെ കോയിൻ എനിക്ക് ഏറ്റവും വിലപ്പെട്ടതാണ്. He said. അവൻ പറഞ്ഞു. The king started increasing the number of coins he offered. അങ്ങനെ രാജാവ് ഓഫർ ചെയ്ത കോയിന്റെ എണ്ണം അദ്ദേഹം കൂട്ടാൻ തുടങ്ങി. The king started increasing the number of coins he offered. 10 coins, 100 coins, 1000 coins and so on. 10 കോയിൻ, 100 കോയിൻ, 1000 കോയിൻസ്, അങ്ങനെ രാജാവ് ഉയർന്ന എണ്ണം കോയിനുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. പകരം നിനക്ക് അത്രയും കോയിൻ തരാം, പക്ഷേ നിന്റെ കോയിൻ എടുക്കാൻ നിന്നെ അനുവദിക്കില്ല എന്ന രീതിയിൽ രാജാവ് പറഞ്ഞുകൊണ്ടേയിരുന്നു. But the farmer was still not ready to accept the king's offer. പക്ഷേ കർഷകൻ ഒരിക്കലും തന്നെ റെഡി ആയിരുന്നില്ല. രാജാവിൻ്റെ ആ ഓഫർ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് കർഷകൻ റെഡി ആയിരുന്നില്ല. Why did the farmer accept the king's offer? Why didn't the farmer accept the king's offer? എന്തുകൊണ്ടായിരിക്കും രാജാവിൻ്റെ ഓഫർ ഈ രാജാവിൻ്റെ ഓഫർ ഈ കർഷകൻ സ്വീകരിക്കാതിരുന്നത്? If you were the farmer, what would you do? നിങ്ങളായിരുന്നു ആ കർഷകന്റെ സ്ഥാനത്തെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു? What will you do? നോക്കാം നമുക്ക് ബാക്കി ഭാഗം എന്ത് സംഭവിച്ചു എന്ന്. A clever idea. ബുദ്ധിപരമായ ഒരു ഐഡിയ. Forget your coin. I will give you half of my kingdom, the king said. നീ നിന്റെ കോയിനെ കുറിച്ച് മറന്നേക്കൂ, എന്നാൽ നിനക്ക് ഞാൻ എന്ത് തരാം? I will give you half of my kingdom. എൻ്റെ രാജ്യത്തിന്റെ പകുതി, എൻ്റെ സാമ്രാജ്യത്തിന്റെ പകുതി ഞാൻ നിനക്ക് തരാം. The king said. ആ രാജാവ് പറഞ്ഞു.
വിച്ച് ഹാഫ് ഡു യു വാണ്ട്? ഏത് പകുതിയാണോ നിനക്ക് വേണ്ടത്? യു ക്യാൻ ഡിസൈഡ്, നിനക്ക് തീരുമാനിക്കാം. എൻ്റെ സാമ്രാജ്യത്തിൻ്റെ ഏത് ഭാഗമാണ് നിനക്ക് വേണ്ടത് എന്ന് നിനക്ക് തീരുമാനിക്കാം. ദ കിങ് കണ്ടിന്യൂഡ്, രാജാവ് തുടർന്നു. ദ ഫാമർ തോട്ട് ഫോർ എ വൈൽ, അപ്പോൾ രാജാവ് കർഷകൻ ഒരു നിമിഷ നേരത്തേക്ക് ചിന്തിച്ചു. യുവർ ഹൈനസ്, ഓ പ്രിയ രാജാവേ, അല്ലെങ്കിൽ യുവർ ഹൈനസ്, ഐ വിൽ ടേക്ക് ദ ഹാഫ് വോ മൈ കോയിൻ ഈസ് കെപ്റ്റ്. അദ്ദേഹത്തിന് കർഷകന് ഒരു ഐഡിയ തോന്നുകയാണ്. കർഷകൻ എന്താ പറഞ്ഞത്? ഐ വിൽ ടേക്ക് ദ ഹാഫ് വോ മൈ കോയിൻ ഈസ് കെപ്റ്റ്. എവിടെയാണോ എൻ്റെ കോയിൻ ഉള്ളത് ആ ഭാഗത്തിൻ്റെ പകുതി അല്ലെങ്കിൽ ആ സ്ഥലം മതി എനിക്ക് എന്ന് കർഷകൻ പറയാണ്. ദെൻ ഐ വിൽ ഗെറ്റ് മൈ കോയിൻ. എങ്ങനെ? പിന്നെ എനിക്ക് എൻ്റെ കോയിൻ കിട്ടും. ദെൻ ഐ വിൽ ഗെറ്റ് മൈ കോയിൻ, എൻ്റെ കോയിൻ എനിക്ക് കിട്ടും. ആൻഡ് ഗിവ് ബാക്ക് യുവർ കിങ്ഡം. പിന്നെ ഞാൻ നിങ്ങളുടെ സ്ഥലം അല്ലെങ്കിൽ നിങ്ങളുടെ രാജ്യം ഞാൻ നിങ്ങൾക്ക് തിരിച്ച് തരും എന്ന് അദ്ദേഹം പറഞ്ഞു. ഹീ സെഡ്, അവൻ പറഞ്ഞു. ദ കിങ് ലൈക്ക് ദ ഫാമേഴ്സ് ഐഡിയ. രാജാവിന് കർഷകന്റെ ഐഡിയ ഇഷ്ടമായി. എ സ്മൈൽ അപ്പിയർഡ് ഓൺ ഹിസ് ഫേസ്. രാജാവിൻ്റെ മുഖത്ത് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഒരു മനോഹരമായ പുഞ്ചിരി പ്രത്യക്ഷപ്പെട്ടു. അപ്പിയർഡ് മീൻസ് എന്താണ്? പ്രത്യക്ഷപ്പെട്ടു. ഐ അഡ്മയർ യുവർ ഹാർഡ് വർക്ക് ആൻഡ് ഓണസ്റ്റി. ഐ അഡ്മയർ യുവർ ഹാർഡ് വർക്ക് ആൻഡ് ഓണസ്റ്റി. നിന്റെ സത്യസന്ധതയും നിന്റെ ആത്മാർത്ഥതയും ഞാൻ പുകഴ്ത്തുന്നു. യു ക്യാൻ ടേക്ക് യുവർ കോയിൻ. നിനക്ക് നിന്റെ കോയിൻ എടുക്കാം. യു ക്യാൻ ടേക്ക് യുവർ കോയിൻ. നിനക്ക് നിന്റെ കോയിൻ എടുക്കാം. അലോങ് വിത്ത് മൈ ഗിഫ്റ്റ്. ഈ ഗിഫ്റ്റോട് കൂടി, അല്ലെങ്കിൽ പോരാത്തതിന് എന്ത് ചെയ്യാം, നിനക്ക് നിന്റെ കോയിൻ എടുക്കാം. അതോടൊപ്പം നിന്റെ ഈ ആത്മാർത്ഥതയ്ക്കുള്ള സമ്മാനമായ ഈ ഗിഫ്റ്റ് ഞാൻ നിനക്ക് തരികയാണ്. ദ കിങ് സെഡ്, രാജാവ് പറഞ്ഞു. ദ ഫാമർ വാസ് സർപ്രൈസ്ഡ്. കർഷകൻ വളരെ സർപ്രൈസായി. ടു സീ ദ ഗ്ലിറ്ററിങ് ഗോൾഡ് കോയിൻ. ആ തളികയിലുള്ള അല്ലെങ്കിൽ ആ പാത്രത്തിലുള്ള ഗോൾഡ് കോയിൻ്റെ തിളക്കം കണ്ടുകൊണ്ട് കർഷകൻ വളരെ സർപ്രൈസ്ഡായി. വാട്ട് വാസ് ദ കിങ്സ് ഓഫർ? എന്തായിരുന്നു രാജാവിൻ്റെ ഓഫർ? വാട്ട് വാസ് ദ കിങ്സ് ഓഫർ? എന്താണ് ഓഫർ? കിങ് ഓഫർ ടു ദ ഫാമർ വിത്ത് ദ ഹാഫ് ഓഫ് ഹിസ് കിങ്ഡം. അല്ലേ, രാജ്യത്തിൻ്റെ പകുതി ഭാഗം അദ്ദേഹം ഓഫർ ചെയ്തു. വൈ ഡിഡ് ദ കിങ് ഗീവ് ദ ഗോൾഡ് കോയിൻസ് ടു ദ ഫാമർ? എന്തിനാണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് രാജാവ് കർഷകന് ഗോൾഡ് കോയിൻ സമ്മാനമായിട്ട് കൊടുത്തത്? എന്തിനാണ്? ബിക്കോസ് ഓഫ് ഹി ലൈക്ക്ഡ് ഹിസ് ഹോണസ്റ്റി, അല്ലേ, ഹോണസ്റ്റി ആൻഡ് ഹാർഡ് വർക്ക്. അതുകൊണ്ട് അദ്ദേഹം എന്ത് കൊടുത്തു? കിങ് ഡിസൈഡഡ് ടു ഗിവ് സം ഗിഫ്റ്റ് ഓൾസോ അലോങ് വിത്ത് ഹിസ് ഓൺ ഗോൾഡ് കോയിൻ. അല്ലേ, അദ്ദേഹത്തിൻ്റെ കർഷകൻ്റെ ഗോൾഡ് കോയിനോടൊപ്പം രാജാവ് ആ കർഷകന് മനോഹരമായ സമ്മാനം കൂടി കൊടുക്കാൻ തീരുമാനിച്ചു. ഇതോടുകൂടി ഈ കഥ ഇവിടെ അവസാനിക്കുകയാണ്. ഈ പാഠഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് വീണ്ടും കാണാം കൂട്ടുകാരെ. താങ്ക് യു. നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് അറിയിക്കുന്നു. താങ്ക് യു.